children, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. Class 2 Integration Day 1 ആനുവൽ എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നല്ലോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ പേപ്പർ കാണണ്ടേ? നോക്കാം, ആൻസേഴ്സ് ഒക്കെ ശരിയാണോ നോക്കാം. യെസ്. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? മണിമലക്കാടിനോട് ചേർന്ന് ഒരു കുഞ്ഞു ഗ്രാമം ചെറുവഞ്ചി. ചെറുവഞ്ചിയിൽ ഗ്രാമോത്സവമാണ്. മണിക്കുട്ടനും ചിഞ്ചുവും മണിമലക്കാട്ടിലെ എല്ലാ ജീവികളെയും ഉത്സവത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. പുഴയുടെ തീരത്താണ് ഗ്രാമോത്സവം നടക്കുന്നത്. കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തി. കിങ്ങിണിമയിൽ മനോഹരമായി നൃത്തം ചെയ്തു. കുറുമ്പിക്കുയൽ പാട്ടുപാടി. ആന വെള്ളം ചീറ്റി. അണ്ണാന്റെ മരഞ്ചാട്ടം കണ്ട് ഗ്രാമവാസികളെല്ലാം ആർത്തു ചിരിച്ചു. കാട്ടിൽ നിന്നും കൊണ്ടുവന്ന സമ്മാനം മിത്തുക്കുരങ്ങൻ ഗ്രാമവാസികൾക്ക് നൽകി. ഗ്രാമോത്സവത്തിലെ കൂടുതൽ കാഴ്ചകൾ കാണാനായി അവർ മണിക്കുട്ടന്റെയും ചിഞ്ചുവിന്റെയും കൂടെ കൂടി. ഓക്കെ, അപ്പൊ ഇതാണ് വിവരണം. ഇതിൽ നിന്നും എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ ആൻസർ ചെയ്യാനായിട്ട് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ഗ്രാമോത്സവത്തിന് മണിക്കുട്ടനും ചിഞ്ചുവും ക്ഷണിച്ചത് ആരെയാണ്? ആരെയാണ് ക്ഷണിച്ചത്? മണിമലക്കാട്ടിലെ എല്ലാ ജീവികളെയും. മണിമലക്കാട്ടിലെ എല്ലാ ജീവികളെയുമാണ് ക്ഷണിച്ചത്. എല്ലാ ജീവികളെയും. എവിടെയാണ്? മണിമലക്കാട്ടിലെയാണ് കേട്ടോ. മണിമലക്കാട്ടിലെ എല്ലാ ജീവികളെയുമാണ് ക്ഷണിച്ചത്. ഭംഗിയായി എന്നതിനു പകരം ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏത്? ഭംഗിയായി എന്നതിന് പകരം മനോഹരമായി. ഏതാണ്? മനോഹരമായി എന്നാണ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. മൂന്നാമത്തെ ചോദ്യം, മിത്തുകുരങ്ങൻ സമ്മാനം കൊടുത്തത് ആർക്കാണ്? ഗ്രാമവാസികൾക്ക്. ആർക്കാ സമ്മാനം കൊടുത്തേ? ഗ്രാമവാസികൾക്ക്. മിത്തുകുരങ്ങൻ സമ്മാനം കൊടുത്തത് ഗ്രാമവാസികൾക്ക്. ഗ്രാമവാസികൾ ആർത്തു ചിരിച്ചത് എന്തിനാ? എന്തിനാ ഗ്രാമവാസികൾ ആർത്തു ചിരിച്ചത്? ഓർത്തു നോക്കിയേ, എന്തിനായിരുന്നു? അണ്ണാന്റെ മരച്ചാട്ടം കണ്ട്. എന്തിനായിരുന്നു? അണ്ണാന്റെ മരച്ചാട്ടം കണ്ടാണ് ആർത്തു ചിരിച്ചത്. അണ്ണാന്റെ മരച്ചാട്ടം കണ്ട്. ഓക്കെ, മരച്ചാട്ടം കണ്ട്. കഥയ്ക്ക് ഉചിതമായ പേര് നൽകുക. കാട്ടിലെ ഉത്സവം എഴുതാം, അല്ലെങ്കിൽ ഗ്രാമോത്സവം എന്ന് എഴുതാം. ഗ്രാമോത്സവം അല്ലെങ്കിൽ
കാട്ടിലെ ഉത്സവം. ഇങ്ങനെയൊക്കെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തായിരുന്നോ? ഇതിൽ നിന്ന് ആൻസർ കണ്ടുപിടിച്ച് എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നു. ഓക്കെ. രണ്ടാമത്തത് ഭക്ഷണം കഴിക്കാം. വിരുന്നുകാർക്കെല്ലാം ആഹാരം ഒരുക്കിയിട്ടുണ്ട്. ആഹാര രീതി അനുസരിച്ച് ജീവികളെ പട്ടികപ്പെടുത്തുക. ആഹാര രീതി അനുസരിച്ച് ജീവികളെ പട്ടികപ്പെടുത്തുക. ഇവിടെ സസ്യവും മാംസവും കഴിക്കുന്നവർ. ആദ്യം നിങ്ങൾക്ക് സസ്യം കഴിക്കുന്നവർ അല്ലെങ്കിൽ മാംസം കഴിക്കുന്നവർ എന്ന് എഴുതാം. സസ്യഭുക്കുകൾ, മാംസഭുക്കുകൾ. സസ്യം കഴിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സസ്യം മാത്രം കഴിക്കുന്നവർ. ഇവിടെയോ മാംസം കഴിക്കുന്നവർ, മാംസം മാത്രം കഴിക്കുന്നവർ. ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി സസ്യം മാത്രം കഴിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? ആന, മുയൽ. മുയൽ സസ്യം മാത്രം കഴിക്കുന്നതാണ്. ആന, മുയൽ, മയിൽ എഴുതാം. ഓക്കെ. ഇനി മാംസം കഴിക്കുന്നവർ ആരാ? മാംസം കഴിക്കുന്നവർ സിംഹമുണ്ട്. പിന്നെ ആരുണ്ട്? കടുവയുണ്ട്. കടുവയുണ്ട്. സസ്യവും മാംസവും കഴിക്കുന്ന ആരൊക്കെയാണുള്ളത്? സസ്യവും മാംസവും കഴിക്കുന്നവർ ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ്? മയിൽ. പിന്നെ ആരാ ഉള്ളത് ഇവിടെ? എലി. മയിൽ, എലി. ഓക്കെ. അപ്പൊ സസ്യം കഴിക്കുന്നവർ ആന, മുയൽ. ആനയും മുയലും സസ്യം കഴിക്കുന്നവരാണ്. മാംസം കഴിക്കുന്നവർ സിംഹം, കടുവ. സസ്യവും മാംസവും കഴിക്കുന്നവർ മയിൽ, അതുപോലെ എലി. ആൻസർ എഴുതിയല്ലോ എല്ലാവരും? അടുത്ത ചോദ്യം, മൂന്നാമത് എന്തായിരുന്നു? കടങ്കവിതകൾ. കടങ്കവിതകൾക്ക് ഉത്തരം എഴുതുക. ഉത്തരം കണ്ടെത്തി എഴുതുക. എഴുതാം. ഒന്നാമത്തെ ചോദ്യം, തലയ്ക്കുമീതെ നീല നിറത്തിൽ വമ്പൻ കുടയുന്നുണ്ടല്ലോ, മഴയും കൊള്ളും വെയിലും കൊള്ളും, കുടയുടെ പേരത് ചൊല്ലാമോ? എന്താ ഉത്തരം? ആകാശം. ഉത്തരം എന്തായിരുന്നു? ആകാശം. പാറ പോലെ വയറുണ്ട്, തൂണുപോലെ കാലുണ്ട്, ചൂലുപോലെ വാലുണ്ട്, മുറം പോലെ ചെവിയുണ്ട്. എന്താ? ആന. മാനത്തുണ്ടൊരു പാൽക്കിണ്ണം, കൂടെ നടക്കും പാൽക്കിണ്ണം, പുഞ്ചിരി തൂകും പാൽക്കിണ്ണം, ആഹാ നല്ലൊരു പാൽക്കിണ്ണം. എന്താ? ചന്ദ്രൻ. ഓക്കെ, അമ്പിളിയമ്മാവനെന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇനി തവള. ഉത്തരം തവള. ചിത്രത്തിന് അനുയോജ്യമായ കടങ്കഥ തയ്യാറാക്കുക. എങ്ങനെ എഴുതാം? വെള്ളത്തിലും ചാടും, വെള്ളത്തിലും ചാടും, കരയിലും ചാടും. വെള്ളത്തിലും ചാടും, കരയിലും ചാടും. പച്ച നിറത്തിൽ ഉടുപ്പുണ്ട്, പച്ച നിറത്തിൽ ഉടുപ്പുണ്ട്, ഞാനാരെന്ന് ചൊല്ലാമോ? ഞാനാരെന്ന് ചൊല്ലാമോ? ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തും കടങ്കഥ എഴുതാം കേട്ടോ. കടങ്കഥ തയ്യാറാക്കാം. വെള്ളത്തിലും ചാടും, കരയിലും ചാടും, പച്ച നിറത്തിൽ ഉടുപ്പുണ്ട്, ഞാനാരെന്ന് ചൊല്ലാമോ? ഓക്കെ, ഇതുപോലെ മൂന്നാമത്തെ പ്രവർത്തനം കടങ്കവിതയായിരുന്നു. നാലാമത്തത് നോക്കാം. നോട്ടീസ് തയ്യാറാക്കാം. ചെറുവഞ്ചി ഗ്രാമചന്തയുടെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് എല്ലാവരെയും അറിയിക്കാനുള്ള നോട്ടീസ് തയ്യാറാക്കുക. സ്ഥലം ചെറുവഞ്ചി ഗ്രാമം, തീയതി, സമയം. ഓക്കെ, അപ്പൊ നോട്ടീസ് എങ്ങനെ എഴുതുക? ചെറുവഞ്ചി ഗ്രാമചന്തയുടെ ഉദ്ഘാടനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുവഞ്ചി ഗ്രാമത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഗ്രാമചന്തയുടെ ഉദ്ഘാടനം താഴെ പറയുന്ന തീയതിയിൽ നടക്കുകയാണ്. ഗ്രാമത്തിലെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ഥലം, തീയതി, സമയം എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ,
അഞ്ചാമത്തത് റോഡ് നിയമങ്ങളാണ്. ഗ്രാമചന്തയുടെ ഉദ്ഘാടനത്തിന് വന്ന മിത്തുക്കുരങ്ങൻ റോഡരികിലെ ബോർഡ് വായിച്ചു. റോഡരികിൽ കൂട്ടം കൂടി നിൽക്കരുത്. അപ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് റോഡിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഇരുവശവും നോക്കണം. സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കണം. ഓക്കെ, റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഇരുവശവും നോക്കണം. സീബ്ര ലൈനിലൂടെ മാത്രം മുറിച്ചു കടക്കണം. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക. അമിത വേഗത ഒഴിവാക്കുക. വഴിയരികിലെ ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധിക്കുക. ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക. അമിത വേഗത ഒഴിവാക്കുക. വഴിയരികിലെ ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു 2ാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ ഡേ 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നുവല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ എക്സാമിന്റെ ക്ലാസ്സുമായിട്ട് വൈകിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.